1982 ജൂൺ 16 കെന്റക്കിയിൽ ജനിച്ച് അന്നുതന്നെ മരണപ്പെട്ട ബ്രയാൻ തോമസ് ഗെല്ലാഗറിന്റെ ഭൗതിക ശരീരത്തെപ്പറ്റിയുള്ള വാർത്തയാണ് മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. 37 വർഷങ്ങൾക്ക് മുൻപ് തന്റെ കൈകളിൽ കുഞ്ഞിനെ വഹിച്ചതുപോലെ തന്നെ അതേ രൂപത്തിൽ നിറവ്യത്യാസം പോലുമില്ലാതെ വീണ്ടും കൈകളിൽ വഹിക്കാനായതിന്റെ പറഞ്ഞറിയിക്കാനാകാത്ത ആത്മനിർവൃതിയിലാണ് മേരി പാറ്റ് സൗത്ത് ഡെക്കോട്ടയിലെ വൈറ്റ് റൺ സെമിത്തേരിയിൽ തങ്ങളുടെ സമീപത്ത് അടക്കം ചെയ്യുന്നതിനായി ബ്രയാന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റിയടക്കം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പുനഃസംസ്കാര പ്രക്രിയയ്ക്കിടെ മൃതശരീര പേടകത്തിന് ആകസ്മികമായി കേടുപാടുകൾ സംഭവിക്കുകയും അതിനാൽ ബ്രയാന്റെ മൃതദേഹം പുതിയതിലേക്ക് മാറ്റേണ്ടതിനായി അത് തുറക്കേണ്ടതായും വന്നു. 2019 ബ്ലാക്ക് ഹിൽസ് നാഷണൽ സെമിത്തേരിയിൽ നടന്ന പുനഃസംസ്കാര പ്രക്രിയയ്ക്കിടെ തുറന്നപ്പോൾ ശരീരത്തിൽ നിന്നും വസ്ത്രം നീക്കാനും മറ്റൊരു വസ്ത്രം ധരിപ്പിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിൽ ജീർണതയേശാത്ത അവസ്ഥയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. കുഞ്ഞിനെ കണ്ടാൽ ഉറങ്ങുകയാണെന്നേ തോന്നുകയുള്ളൂ എന്നു പറഞ്ഞുള്ള ഫ്യൂണറൽ ഡയറക്ടറിന്റെ ഫോൺ കോൾ വന്നതും ശേഷം അടക്കം ചെയ്തപ്പോൾ എങ്ങനെയോ അങ്ങനെ തന്നെ തന്റെ മകനെ വീണ്ടും കാണാൻ സാധിച്ചതായും കാത്തലിക് വോട്ടിന് നൽകിയ അഭിമുഖത്തിൽ അമ്മ മേരി പാറ്റ് ഓർമ്മിച്ചു.